Date nerandale ലോകോരുള്ള മുരണ്ടാളെ. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളരിയിൽ എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ജോഗിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. മണി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അത് ട്രെയിനഡ് ആയിട്ടുള്ള പട്ടിക്കുട്ടിയാണല്ലോ. ഡോമ ജസ്റ്റ് പറഞ്ഞുതരും, എന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരും, എന്നിട്ട് എനിക്ക് ഫ്രീഡം തരും. ബാക്കി എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നൊക്കെ ഫ്രീഡം തരും. പിന്നെ കല്യാണി ചേച്ചിയൊക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ശാന്തി ചേച്ചിയൊക്കെ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുരുത്തി എന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ്. ലോക ചാപ്റ്റർ 1 എന്നൊരു സിനിമയിലൂടെ മലയാള സിനിമയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സിനിമയിലെ കുഞ്ഞുനീലി എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ദുർഗാസി വിനോദ് എന്ന് പറയുന്ന ഒരു കൊച്ചുമിടുക്കിയുമായി സംസാരിക്കുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹായ് ദുർഗ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ലോക ചാപ്റ്റർ 1 എന്ന സിനിമ വളരെ വമ്പൻ ഹിറ്റായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞ സദസ്സിൽ എല്ലാവരും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരും അതിലെ കുഞ്ഞുനീലി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് വളരെയധികം ആവേശകരമായി സംസാരിക്കുന്നുണ്ട്. ഈ സിനിമയുടെ വിജയത്തിൽ എന്തു തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ആദ്യം ഇത്രയധികം ഹിറ്റാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ലോകാന്ന് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര സൂപ്പർ ഹീറോ അങ്ങനെ ഉള്ളതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സാധാ അങ്ങനെ കുട്ടികൾക്കുള്ളതാ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടപ്പോഴാണ് എല്ലാവരും പിന്നെ ഫ്രണ്ട്സിനെ കൂട്ടി കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ മൊത്തം അറിഞ്ഞപ്പോൾ ഇത് പിന്നെ ഹിറ്റ് ആവാൻ തുടങ്ങി. ഓക്കെ. പുതുരുത്തിയിലെ ഈ കൊച്ചു ഗ്രാമത്തിലെ ഈ കളരിയിൽ നിന്നും ഈ കുഞ്ഞുമിടുക്കി എങ്ങനെയാണ് ഇത്ര വമ്പൻ ഹിറ്റ് ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? അത് അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആഷ്ലി അങ്കിളാണ്. അങ്കിള് അച്ഛനെ വിളിച്ച് പറഞ്ഞു എൻ്റെ മാർഷൽ ആർട്സിൻ്റെ വീഡിയോ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കാസ്റ്റിങ്ങിലുള്ള ഡയറക്ടർ വിവേക് അങ്കിളുണ്ട്. അങ്കിളോടും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഓഡീഷൻ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിലുള്ള എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി എനിക്ക് ഇതിൽ കുറേ പേര് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദേവനന്ദ അറിയില്ലേ, മാളികപ്പുറത്തിലെ ആ കുട്ടിയൊക്കെ നന്നായിട്ട് ചെയ്യണതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഓഡീഷൻ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് വിളിച്ചു. അതിനുശേഷമാണ് കിട്ടിയതല്ലേ? നമ്മൾ കളരിയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണല്ലോ. ഇതൊരു അഭിനയവുമായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോണേ? സാധാരണ കളരിയിൽ നമ്മൾ അഭ്യാസം കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. മുന്നേ ഏതെങ്കിലും ഫിലിമുകളിലോ അല്ലെങ്കിൽ അഭിനയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ ഈ സിനിമയിലേക്ക് എത്തണേക്കാൾ മുന്നേ? ഉണ്ട്. ആദ്യം ഞാൻ ചെയ്തത് അച്ഛൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയൊരു അച്ഛൻ്റെ ഒരു പരീക്ഷണമായിരുന്നു, ഭദ്രകാളി എന്ന് പറഞ്ഞിട്ട്. അത് ചെറിയ കുട്ടി ദേവിയാവണ ഒരു രീതിയിലാണ് പറഞ്ഞാണ്. അത് അച്ഛൻ ആലോചിച്ച് നിൽക്കായിരുന്നു എന്താ ചെയ്യണ്ടേന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അമ്മ, ഭദ്ര എന്നാണ് പേര്, അമ്മ പറഞ്ഞു ദേവി ആവണ ഒരു ഇത് ഒരു ഷോർട്ട് ഫിലിം ചെയ്താലോ വിചാരിച്ചു. അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ അമ്മയാണ് ചെയ്തത്. സ്ക്രിപ്റ്റ്, ഡയറക്ടിങ്, പിന്നെ കൊറിയോഗ്രാഫി ഒക്കെ അച്ഛൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരദൻ, ഇത് രണ്ടുമാണ് ഷോർട്ട് ഫിലിം. പിന്നെ ഫിലിം നീലരാത്രി, ക്ഷേമൻ, പിന്നെ ലോകയിലേക്ക് എത്തി. ഇത്തരം ഷോർട്ട് ഫിലിമുകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ഈ സിനിമ കണ്ടു നോക്കിയപ്പോൾ ഇപ്പോൾ തോന്നുന്ന ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, തൊട്ടു മുന്നേ ചെയ്തിട്ടുള്ള ഭദ്രനാരിയും ഇതുപോലെ ഒരു ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു കഥാപാത്രം പോലെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പൊ ഈ സിനിമയിലും ഇങ്ങനെ തന്നെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് മാറാനായിട്ട് എങ്ങനെയാ പറ്റുന്നത്? അതായത് ഇപ്പം മറ്റു ക്യാരക്ടറുകളൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഒരു അമാനുഷിക ശക്തി ചെയ്യുമ്പോൾ അഭ്യാസത്തിന് നല്ല സാധ്യതയുള്ളത് തന്നെയല്ലേ അത്? അതുകൊണ്ടാണോ അത് ഇഷ്ടപ്പെട്ടത് കൂടുതലായിട്ട്? അഭിനയം അഭിനയം എനിക്ക് കളരി പഠിക്കണം, മാർഷൽ ആർട്സ് പഠിക്കണൊപ്പം തന്നെ അച്ഛൻ എനിക്ക് ആക്ടിങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് സ്കൂളിലെ കലോത്സവമൊക്കെ വരുമ്പോൾ ഞാൻ മോണാക്റ്റിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ആക്ടിങ്ങും ഇതുപോലെ പതുക്കെ പതുക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇതിൻ്റെ ഒപ്പം മാർഷൽ ആർട്സിൻ്റെ ഒപ്പം തന്നെ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുമ്പോഴേ സിനിമയുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഉണ്ടായിരിക്കും, കുറേ പ്രവർത്തകരുണ്ടായിരിക്കും, മൊത്തത്തിൽ ബഹളമൊക്കെ ആയിരിക്കും, ലൈറ്റ് ക്യാമറ ഒക്കെ. ഉം. അവിടെ ആ തിരക്കിൻ്റെ ഉള്ളിലും ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്തത്? കാരണം ചെറിയൊരു കുട്ടിയല്ലേ, പരിഭ്രമിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ തന്നെ അച്ഛൻ മെഡിറ്റേഷൻ ഞങ്ങൾക്ക് എനിക്കും ഏട്ടനും എനിക്കൊരു ചേട്ടനുണ്ട്, വൈഷ്ണവ് എന്നാണ് പേര്. ഉം. +1 ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ അമ്മയ്ക്കൊക്കെ ഇവിടെ കളരിയിലുള്ള എല്ലാ കുട്ടികൾക്കും മെഡിറ്റേഷൻ പറഞ്ഞു തരാറുണ്ട്. അത് വെച്ചാൽ അത് കുറേ സ്റ്റെപ്പ് വഴിയാണ്. അതിൽ കുറച്ച് എത്തിയിട്ടുള്ളൂ. അതിലിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കോൺസെൻട്രേഷൻ. പിന്നെ അങ്ങനെ പല രീതിയിലുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ബഹളത്തിന്റെ ഇടയിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം, അങ്ങനെയൊക്കെ കുറേ മെഡിറ്റേഷൻ ക്ലാസ് എടുത്തുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കലുണ്ട്, ഇവിടെ കോഴ്സ് ഉണ്ട്. ലോക സിനിമയിലെ ഈ ഫൈറ്റിംഗ് സീൻ ഉണ്ടല്ലോ, ഉം. കുഞ്ഞുനീലയുടെ, ഉം. അത് എവിടെയായിരുന്നു ലൊക്കേഷൻ? അത് കുറച്ച് സ്ഥലങ്ങളിലായിരുന്നു. ഒന്ന് വാഗമൺ, പിന്നെ കണ്ണൂരായിരുന്നു ആ ഗുഹ ഉണ്ടായിരുന്നത്. പിന്നെ അതിരപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തായിട്ടായിരുന്നു. ഉം. ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന കുറെ രംഗങ്ങളിൽ ഒന്ന് പറന്നു വന്ന് കുത്തുന്ന ഒരു സീനുണ്ട്. തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? പ്രത്യേകിച്ചും സിനിമയുടെ സാങ്കേതിക വിദ്യയിലെ നമ്മളിങ്ങനെ ചരടൊക്കെ കാര്യങ്ങൾ കയറൊക്കെ ഇട്ടിട്ട് അതിന് മുന്നേ പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ തന്നെ എനിക്ക് മാത്രമല്ല കളരിയിലുള്ള എല്ലാ കുട്ടികൾക്കും ഏട്ടനൊക്കെ അച്ഛൻ റോപ്പിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ്ങും തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ തന്നപ്പോൾ അവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അവിടെയുള്ള മുരളി എന്ന് പറഞ്ഞ മാസ്റ്റർ ഉണ്ട്, റോപ്പിന്റെ തന്നെയാണ്. ആ മാസ്റ്റർക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തു റോപ്പിന്റെ കാര്യങ്ങളിൽ. എന്ന് വെച്ചാൽ അത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ തന്നെ പാഡ് വെക്കണ്ടേ, അപ്പോൾ ഇവിടെയൊക്കെ വെച്ച് അങ്ങനെ നന്നായിട്ട് കെയർ ചെയ്തിട്ടായിരുന്നു ആ മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നല്ല ഇമോഷണൽ രംഗങ്ങളുണ്ട്. ഒന്ന് നിലവിളിക്കുന്നതും കരയുന്നതൊക്കെ. ഇത് വല്ലാതെ പ്രേക്ഷകരുടെ മനസ്സിൽ വല്ലാതെ നെമ്പരപ്പെടുത്തുന്ന സീനുകളാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു ഭാവാഭിനയത്തിലേക്ക് വരാൻ വേണ്ടി ആരെങ്കിലും സഹായിച്ചോ എഡ്യൂക്കേഷനിൽ? അല്ലെങ്കിൽ എങ്ങനെയാണ് അത്രയും നന്നായി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത് സിനിമയിൽ? എനിക്ക് ഒന്ന് ഡോം നന്നായിട്ട് സഹായിച്ചു. ഡയറക്ടർ ഡൊമിനിക്കനും, ഡോം എന്ന് ഞാൻ വിളിക്കുക. ഡോം എനിക്ക് വളരെയധികം സഹായിച്ചു. അതേപോലെ തന്നെ അച്ഛനും ഒപ്പം നിന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള ഒരു യുഗൻ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. ഞാൻ കുത്തണ ഒരാളല്ലേ, ആ ആങ്കിളാണ്. ആ ആങ്കിളും ഇതേപോലെ അമ്മേനെ ആ കുത്തണ സീനില് എനിക്ക് വളരെയധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആങ്കിൾ ഇങ്ങനെ ദേഷ്യത്തോട് കുത്തണ പോലെയൊക്കെ ഇങ്ങനെ കാട്ടിയിട്ട് എനിക്ക് ശരിക്കും ആ സമയത്ത് ദേഷ്യം കരച്ചിലൊക്കെ വന്നു അങ്ങനെ കണ്ടപ്പോൾ. പിന്നെ ആ ആങ്കിള് ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ശരിക്കും ആങ്കിളോട് ദേഷ്യം വന്നു, കരച്ചിലൊക്കെ. അപ്പം മൊത്തം കൂടി വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോം എനിക്ക് മൊത്തം ഫ്രീഡം ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഡോം ജസ്റ്റ് പറഞ്ഞുതരും, എന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരും, എന്നിട്ട് എനിക്ക് ഫ്രീഡം തരും. ബാക്കി എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നൊക്കെ ഫ്രീഡം തരും. അങ്ങനെയാണ്. പിന്നെ സാധാരണ കളരിയിലെ നമ്മൾ സാധാരണ നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ടല്ലേ നമ്മൾ പരിശീലനം ചെയ്യുന്നത്. പക്ഷേ ആ ഫൈറ്റ് സീനിലെ കാട്ടിലെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് വലിയ ആളുകളുമായിട്ടാണ്. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയോ? അല്ല, ഞാൻ ചെറിയ കുട്ടികളായിട്ടല്ല ഫൈറ്റ് ചെയ്യാറ്. ഞാൻ വലിയ വലിയ ആൾക്കാരായിട്ടാണ് ഫൈറ്റ് ചെയ്യാറ്. പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും പിന്നെ 3 വലിയ ചേട്ടന്മാരും +2 ഒക്കെ എത്തിയ ചേട്ടന്മാരൊക്കെയാണ്. ഞങ്ങൾ 4 പേര് ചെയ്യണ ഒരു കുന്തത്തിൻ്റെ വാളിൻ്റെ ഒക്കെ ഉണ്ട്. അതിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനും ഏട്ടനായിട്ടുള്ളുണ്ട്. അങ്ങനെ കുറേ വലിയ ആൾക്കാരായിട്ടുണ്ട്. ചെറിയ ആൾക്കാരായിട്ട് ചെയ്യാതെ വലിയ ആൾക്കാരായിട്ട്. പിന്നെ ഭദ്രനാരിയിൽ ഇതുപോലെ വലിയ ചേട്ടന്മാരായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലേ. എത്ര ദിവസം എടുത്തു ഷൂട്ടിങ്ങിന്? ഷൂട്ടിങ്ങിനൊരു 10-15 ദിവസം എടുത്തിട്ടുണ്ട്. ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്താണ്, അഭിനയത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അത് പുതിയ അറിവല്ലേ? ആ അങ്ങനെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഡോം തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി മൊത്തം എനിക്ക് അച്ഛനായാലും അമ്മയായാലും എനിക്ക് നല്ല നല്ല ടിപ്സുകൾ പറഞ്ഞുതരും. ഇപ്പോൾ ഫിലിമിന് വേണ്ടിയിട്ട് അപ്പം അത് പറഞ്ഞുതരും. അങ്ങനെ മൊത്തം
ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന മറ്റൊരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നായോടൊത്തുള്ള ഒരു സീനുണ്ട്. നായോട്ട് ഓടുന്നുണ്ട്. ഉം. എങ്ങനെയാണ് അത് പരിശീലനം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് ആ നായയായിട്ട് എത്രയും പെട്ടെന്ന് ഇണങ്ങിയത് എങ്ങനെയാണ്? അത് ഒന്ന് ആ മണി എന്നാണ് പേര്. മണി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അത് ട്രെയിനഡ് ആയിട്ടുള്ള പട്ടിക്കുട്ടിയാണല്ലോ. അപ്പോൾ അവിടെയുള്ള രാജി എന്ന് പറഞ്ഞ ഒരു അങ്കിളുണ്ട്. രാജി എന്ന് പറഞ്ഞ അങ്കിളും അങ്കിളുടെ മോനും ഉണ്ട്. ഇവർ രണ്ടുപേരും എനിക്ക് പറഞ്ഞു തന്നു ഇതൊന്നും ചെയ്യില്ല, പിന്നെ എങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ പതുക്കെ പതുക്കെ തന്നെ ഫ്രണ്ട്ലി ആയി വന്നു. ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയോ? എത്ര ടേക്ക് എടുക്കേണ്ടി വന്നു? നായ ഒരൊറ്റ സീനിലാണല്ലോ നായയും അതുപോലെ തന്നെ കുഞ്ഞുനീലും ഓടുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. നായ പൊതുവേ നല്ല സ്പീഡിൽ ഓടുന്നതാണല്ലോ. അപ്പം എങ്ങനെയാണ് അതിനേക്കാൾ സ്പീഡിൽ ഓടുന്ന ഒരു അമാനുഷിക കഥാപാത്രമായിട്ടാണല്ലോ കുഞ്ഞുനീല അതിൽ അവതരിപ്പിക്കുന്നത്. അപ്പം അതിൽ നല്ല ഓട്ടം ഓടുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ആ സീന് ചെയ്തത്? നല്ല ഉഷാറായിട്ട് നല്ല ഓട്ടം ഓടുന്നുണ്ട്. എങ്ങനെയാണ് ആ സമയത്ത് പേടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നാലെ നായ ഓടി വരികയല്ലേ, പേടി ഉണ്ടായിരുന്നോ? എന്താണ് തോന്നിയത്? എനിക്ക് പേടി ഉണ്ടായിരുന്നില്ലേ. പിന്നെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളരിയിൽ എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ജോഗിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെയാണെങ്കിൽ ആ സമയത്ത് ആ മണിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് അത് എനിക്ക് വേണ്ടിയിട്ട് സ്ലോ ആക്കി തന്ന പോലെയായിരുന്നു. ആദ്യത്തെ ഷോട്ടിൽ അത് സ്പീഡിൽ ഓടിപ്പോയി. രണ്ടാമത്തെ ഷോട്ടിൽ വീണ്ടും സ്പീഡിൽ ഓടിപ്പോയി. മൂന്നാമത്തെ ഷോട്ടിൽ അത് എനിക്ക് വേണ്ടിയിട്ട് സ്ലോ ആക്കി തന്ന പോലെയുണ്ട്. പക്ഷെ അപ്പോൾ അവർ വീണ്ടും ഒന്നുകൂടി എടുക്കാൻ നല്ലത് കിട്ടുക വെച്ചിട്ട് വീണ്ടും എടുക്കാൻ വിചാരിച്ചു. അപ്പം അത് സ്പീഡിൽ ഓടിപ്പോയി. ആ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് സ്ലോ ആക്കി തന്ന പോലെയായിരുന്നു. അത് ആ ഷോട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു, പ്രത്യേകിച്ചും ഇതിന് നായികയായിട്ടുള്ള കല്യാണി പ്രിയദർശൻ. അവരെങ്ങാനും ലൊക്കേഷനിൽ വരികയുണ്ടായോ, അല്ലെങ്കിൽ അവരുമായിട്ട് കണ്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ലൊക്കേഷനിൽ ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ VFSന്റെ കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് VFS. അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അവസാനത്തെ ഡേ ആയിരുന്നു. അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നസ്ലിൻ ചേട്ടനും വരാനൊക്കെ തിയേറ്റർ വിസിറ്റിനും അതുപോലെ തന്നെ ഈ ഓഡിയോ ലോഞ്ചിങ്ങിന് പാട്ട് ട്രെയിലർ ഇറങ്ങണ ദിവസം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. നസ്ലിനും അതുപോലെ ചന്തു ഇവരൊക്കെയും ടൊവിനോ ചേട്ടൻ ഇവരൊക്കെ ആയിട്ടും കോണ്ടാക്ട് വന്നിട്ടുണ്ടോ? അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ട്. ടൊവിനോ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടൊവിനോ ചേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തിയേറ്റർ വിസിറ്റ് നടത്തിയില്ലേ? എന്തായിരുന്നു അതിൻ്റെ അനുഭവം? എങ്ങനെയായിരുന്നു തിയേറ്ററിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഈ ആളുകൾ ഇങ്ങനെ പ്രേക്ഷകരെ കൈയടിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മളും കൂടി സാക്ഷിയാവുമ്പോൾ എത്ര ത്രില്ലുണ്ടായിരുന്നു? എന്തായിരുന്നു അനുഭവം? നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ കൂട്ടം കൂടിയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലവണ്ണം സന്തോഷമായിരുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണി ചേച്ചിയൊക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ശാന്തി ചേച്ചിയൊക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ സാക്ഷാൽ DQ ആണ്. അദ്ദേഹം വിളിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പലതരം ഭാഷകളിൽ ഫാനുണ്ട്, അതിൻ്റെ ഒരു ഫാന് ഞാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക സിനിമ ആദ്യമായി കണ്ട തിയേറ്റർ ഏതായിരുന്നു? വിനിത എന്ന് പറഞ്ഞൊരു തിയേറ്റർ ആയിരുന്നു. എറണാകുളത്തുള്ള തന്നെയായിരുന്നു. അവിടെ പോയിട്ടാ കണ്ടത്. കല്യാണി ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നോ? വിസിറ്റിൽ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സ്കൂൾ വിശേഷങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ GUPS പുതുരുത്തി, ഇവിടെ അടുത്ത് തന്നെയാണ്. GUPS പുതുരുത്തി സ്കൂൾ എന്ന് പറയും. ഇത്ര വമ്പൻ ഹിറ്റായ ഒരു സിനിമയിൽ അഭിനയിച്ച് സ്കൂളിലേക്ക് തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അവര് നല്ല എല്ലാരും കൂടി വന്നിട്ട് നല്ല ക്ലാപ്പ് വന്നിട്ട് പറഞ്ഞു സൂപ്പർ ഉണ്ടായിരുന്നു, എല്ലാരും സിനിമ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അവിടുന്ന് തന്നെ വലിയൊരു ട്രോഫി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇത്ര വന്നൊരു ട്രോഫി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലേ. ഈ കളരി പരിശീലനവും അതുപോലെ സിനിമാഭിനയും ഒക്കെ പഠനത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്? ഇല്ല. ഞാൻ ക്ലാസ് ഫസ്റ്റ് ആണ്. ഇതുമായിട്ട് അങ്ങനെ ബേസ് അല്ല എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ നിർത്തിയിട്ട് ഇതിന് ചെയ്യും. കുഞ്ഞുനീലിക്ക് ഇനി ആരായി തീരാനാണ് ആഗ്രഹം? എനിക്ക് BMS ഡോക്ടർ, ആയുർവേദിക് ഡോക്ടർ ആവാൻ ഇഷ്ടം. അതെല്ലേ. ഈ പരിസരവും കളരിയും ഈ ആയുർവേദവും ഒക്കെയാണോ ഇൻസ്പയർ ചെയ്തത് ഒരു ഡോക്ടർ ആവാൻ?
എനിക്ക് പണ്ടൊട്ടിട്ടാണ്. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഉം. അപ്പൊ അതൊക്കെ കണ്ടപ്പോ പിന്നെ ഞാന് ചില ആൾക്കാരെ ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഹീൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ മുട്ടുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് ക്ലിനിക്കിലേക്ക് പോകരുത്, ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് ചെയ്യണം അതാണ് ഏറ്റവും ട്രീറ്റ്മെന്റ്. താല്പര്യം അല്ലേ? ഓക്കെ. ഉം. എന്തായാലും മലയാള സിനിമയെ മാറ്റിമറിക്കാനായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള വമ്പൻ ഹിറ്റ് സിനിമ ഇന്ന് ലോക സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യോടെ പ്രദർശനം തുടരുകയെ കൂടുതൽ അവസരങ്ങൾ സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം നിർത്തുന്നു. താങ്ക് യു.